പണ്ട് കാലത്ത് വീട്ടിൽ ഉണക്കച്ചെമ്മീൻ വെച്ചൊരു സംഭവം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇതുണ്ടെങ്കിൽ പിന്നെ ചോറിനോടൊപ്പം വേറെ ഒന്നും വേണ്ട, അത്ര അധികം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മൾ ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിതേ കുറച്ച് ചെറിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം അതിൻ്റെ കളറൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് അതിലോട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്ത് സവാള ആണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1.5 സവാള നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം, ആ സവാള ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ സവാള നല്ലപോലെ വഴണ്ടി വരുമ്പോൾ അതിലോട്ട് ഇതേ ഒരു തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതും ഒന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മളെ നേരത്തെ വേവിച്ചെടുത്ത ചെമ്മീൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കണ്ട, വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അത് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സംഭവം റെഡി ആയിട്ടാണ്. ഇനി ഇത് നല്ല ചൂടുള്ള ചോറിൻ്റെ ഒപ്പം കഴിച്ചാണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് ഫോളോ ചെയ്യണേ.